Okay, hi dear students. In the last class, we were discussing regarding the type of fitness. What are the different type of exercise to be performed for the development of various components of such fitness, that is health related fitness and performance related fitness. Now we are switching over to next topic, that is activities for developing physical fitness. General physical fitness. General ആയിട്ടുള്ള physical fitnessനെ improve ചെയ്യിക്കാനുള്ള ആക്ടിവിറ്റീസ്, കോമൺ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമുക്ക് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ, ഏതൊക്കെ കോമ്പണൻസ് ഡെവലപ്പ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ജനറൽ ആയിട്ട് നമുക്ക് പറഞ്ഞു പോകാം. അതാണ് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. Physical exercises are generally grouped into three types depending on the overall effect they have on human body. One is flexibility exercises such as stretching, improve the range of motion of muscles and joints. As we all know, flexibility is one of the component of health related physical fitness. അപ്പോൾ അതിനകത്ത് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന ക്വാളിറ്റി, മൂവ്മെന്റ്, റേഞ്ച് ഓഫ് മോഷൻ പോസിബിൾ അറൌണ്ട് എ ജോയിന്റ്, ദാറ്റ് ഈസ് ഫ്ലെക്സിബിലിറ്റി. അപ്പോൾ അത് ഇംപ്രൂവ് ചെയ്യാനുള്ള എക്സസൈസ് ആണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രെച്ചിങ് ഓഫ് എക്സസൈസസ്. പലതരത്തിലുള്ള സ്ട്രെച്ചിങ്ങൾ നമുക്ക് ഡിഫറെന്റ് ജോയിന്റ്സ് സ്ട്രെച്ച് ചെയ്യാം. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ റിസ്റ്റ് സ്ട്രെച്ച് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെയാണ് റിസ്റ്റ് സ്ട്രെച്ച് ചെയ്യുന്നത്. അതേപോലെ തിരിച്ച് ഈ ഭാഗത്തേക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ ഷോൾഡർ സ്ട്രെച്ച്, അങ്ങനെ പലതരത്തിലുള്ള സ്ട്രെച്ചിങ് എക്സസൈസസ് ഉണ്ട്. അതൊക്കെ നമ്മുടെ ജോയിന്റ് അറൌണ്ട് റേഞ്ച് ഓഫ് മൂവ്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യാനും അല്ലെങ്കിൽ കൂട്ടാനും ഒക്കെയുള്ള എക്സസൈസസ് ആണ്. അനദർ വൺ ഇസ് എയറോബിക്സ് എക്സസൈസസ്. എയറോബിക് എക്സസൈസസ് എന്ന് പറഞ്ഞാൽ അതിന്റെ വേർഡിൽ തന്നെയുണ്ട്. എയറോബിക് എന്ന് പറഞ്ഞാൽ വിത്ത് ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ട്, ഓക്സിജൻ ഫ്യൂവലായിട്ട് ഉപയോഗിച്ചുകൊണ്ട് എനർജി റിലീസ് ചെയ്യുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ്. ഈ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ കുറച്ച് സമയം നീണ്ടു നിൽക്കുന്ന ആക്ടിവിറ്റീസ് ആയിരിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. അതായത് നമ്മൾ കിതക്കുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ്. സിമ്പിളായിട്ട് പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാണ്. എന്താണ് കിതക്കുന്നതുകൊണ്ട് അർത്ഥാക്കുന്നത്? കിതക്കുന്നത് എപ്പോഴാണ്? കിതക്കുന്നത് നമുക്ക് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള റണ്ണിങ്, സിമ്പിളി പറയുകയാണെങ്കിൽ നമ്മൾ റൺ ചെയ്യുകയാണ്, കുറച്ച് ഓടി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് കിതക്കാൻ തുടങ്ങും. കിതക്കുന്നത് എന്തിനാണ്? വി നീഡ് മോർ ഓക്സിജൻ. അത് കൂട്ടുന്നതിന്റെ ഭാഗമായിട്ടാണ്, നമ്മുടെ റെസ്പിറേറ്ററി റേറ്റ് കൂട്ടുന്നതിന്റെ ഭാഗമായിട്ടാണ് കിതക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കൂടുതൽ അറ്റ്മോസ്ഫിയറിക് എയർ ഉള്ളിലേക്ക് എടുക്കുകയും അതിന്റെ ഭാഗമായിട്ട് കൂടുതൽ ഓക്സിജൻ, ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിലൂടെ കൂടുതൽ ഓക്സിജൻ അവൈലബിൾ ആയിരിക്കുകയും ചെയ്യും. ആ തരത്തിലുള്ള ആക്ടിവിറ്റീസ് എപ്പോഴും ഒരു 2 മിനിറ്റ്സിന്റെ മുകളിലേക്ക് വരുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ്, അത് സൈക്ലിംഗ് ആവാം, സ്വിമ്മിംഗ് ആവാം, വാക്കിംഗ് ആവാം, സ്കിപ്പിംഗ് റോപ്പ് ആവാം, റോവിംഗ് ആവാം, റണ്ണിങ്, ഹൈക്കിംഗ്, സൈക്ലിംഗ്, ഏത് തരത്തിലുള്ള, അല്ലെങ്കിൽ പ്ലേയിങ് ഗെയിംസ് ആവാം. ഇതിന്റെ പ്രധാനമായിട്ട് ഇത് ഫോക്കസ് ചെയ്യുന്നത് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രീസിംഗ് കാർഡിയോവാസ്കുലർ എൻഡുറൻസ്, ദാറ്റ് ഈസ് കപ്പാസിറ്റി ഓഫ് യുവർ കാർഡിയോവാസ്കുലർ സിസ്റ്റം ടു സപ്ലൈ എനർജി, ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു വർക്കിംഗ് മസിൽസ്. ഇതാണ് എയറോബിക് എക്സസൈസിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അനദർ കാറ്റഗറീസ് അനറോബിക് എക്സസൈസസ്. അനറോബിക് എക്സസൈസ് എന്ന് പറഞ്ഞാൽ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്നുള്ള ഓക്സിജൻ എടുക്കാതെ നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി സബ്സ്റ്റൻസസിന്റെ അതിനെ ഡിപ്ലീറ്റ് ചെയ്തുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പ്രോസസ്സിനാണ്, അത്തരം എക്സസൈസുകൾക്കാണ് അനറോബിക് എക്സസൈസ് എന്ന് പറയുന്നത്. നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ഒരുപാട് സമയം നീണ്ടു നിൽക്കുന്നതല്ല. നമ്മൾ ആ വെയിറ്റ് എടുത്തു, ബൈസെപ്സ് കേൾസ് ചെയ്തു, 1 റെപ്പറ്റീഷൻ 2 റെപ്പറ്റീഷൻ, ഇതിനൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പുറത്തുള്ള ഓക്സിജൻ ഉപയോഗിച്ചിട്ടല്ല എനർജി റിലീസ് ചെയ്യുന്നത്, മറിച്ച് മസിൽസിൽ തന്നെ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ള എനർജി സബ്സ്റ്റൻസസിന് ATP-PC പ്രോസസ് എന്നൊക്കെ പറയും. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, ഫോസ്ഫോക്രിയേറ്റിൻ, അങ്ങനെയുള്ള ഒരു ചെയിൻ ഓഫ് കെമിക്കൽ റിയാക്ഷൻസിന്റെ ഭാഗമായിട്ട് നമുക്ക് എനർജി റിലീസ് ചെയ്യാൻ കഴിയും. അത്തരം ആക്ടിവിറ്റീസ് ഷോർട്ട് ടൈം ആയിരിക്കും എപ്പോഴും. അത്തരം ആക്ടിവിറ്റീസിനാണ് നമ്മൾ എയറോബിക് എക്സസൈസ് എന്ന് പറയുക. എക്സാമ്പിൾസ് ആയിട്ട് വെയിറ്റ് ട്രെയിനിങ് നമുക്ക് പറയാം, ഫങ്ഷണൽ ട്രെയിനിങ്, എക്സെൻട്രിക് ട്രെയിനിങ്, സ്പ്രിന്റിങ്, ഷോർട്ട് സ്പ്രിന്റ്സ് 50 മീറ്റേഴ്സ്, അങ്ങനെയുള്ള സ്പ്രിന്റ്സ് ഒക്കെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് അനറോബിക് എക്സസൈസുകൾ ഉപയോഗിക്കുന്നത്. എപ്പോഴും സ്ട്രെങ്ത്, എക്സ്പ്ലോസീവ് സ്ട്രെങ്ത് തുടങ്ങിയ കാര്യങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അനറോബിക് ടൈപ്പ് ഓഫ് എക്സസൈസ്. അതിന്റെ പ്രത്യേകതകളൊന്നും എപ്പോഴും ഓർത്തിരിക്കുക. ഷോർട്ട് ടൈം ആയിരിക്കും, വളരെ കുറഞ്ഞ സമയം മാത്രമേ മസിൽസ് വർക്ക് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് നീണ്ടു പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എയറോബിക് ടൈപ്പ് ഓഫ് എനർജി ലിബറേഷനിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ മാത്രമേ അത് എയറോബിക് ടൈപ്പിലേക്ക് മാറിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പുറത്തുനിന്ന് ഓക്സിജൻ എടുത്തിട്ട് ചെയ്യൂ. അതിന് മുമ്പ്, പുറത്തുനിന്ന് ഓക്സിജൻ എടുക്കുന്നതിന് മുമ്പുള്ള വളരെ ബോഡിയിൽ തന്നെ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി സബ്സ്റ്റൻസിനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിനാണ് എപ്പോഴും
അനേറോബിക് എക്സസൈസ് എന്ന് പറയുക. അൺഎറോബിക് ആൻഡ് എയറോബിക് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എന്തൊക്കെ ആക്ടിവിറ്റീസ് ഫോർ ഡെവലപ്പിംഗ് ഫിറ്റ്നസ്, അത് ആ ഭാഗങ്ങളിലേക്ക് പ്രധാനമായിട്ട് നമ്മൾ ആദ്യം കാറ്റഗറൈസ് ചെയ്തു എയറോബിക് ആൻഡ് അനറോബിക് ആക്ടിവിറ്റീസ് പ്ലസ് ഫ്ലെക്സിബിലിറ്റി എക്സസൈസ്. അതിൽ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കോമ്പണൻസ് ഡെവലപ്പ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ നോക്കും. കലിസ്തനിക് എക്സസൈസസ് നിങ്ങൾ സ്കൂളുകളിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഫ്രീ ഹാൻഡ് എക്സസൈസസ് എന്നൊക്കെ പറയില്ലേ, ആ തരത്തിലുള്ള കലിസ്തനിക് എക്സസൈസസ് നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഇൻവോൾവ്സ് ഫ്രീ ഹാൻഡ് എക്സസൈസ് ആൻഡ് എക്സസൈസ് പെർഫോം വിത്ത് അപ്പാരറ്റസ് ഫോർ ജനറൽ ബോഡി ഫിറ്റ്നസ്. ഏതെങ്കിലും തരത്തിലുള്ള ഡംബൽസ്, വാൻസ്, ഹൂക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. ഈവൻ റിബൺസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എക്സസൈസുകൾ നമുക്ക് ഫിറ്റ്നസിന് വേണ്ടി ഉപയോഗിക്കാം. സൈക്ലിംഗ്, ഇറ്റ്സ് എ വണ്ടർഫുൾ എക്സസൈസ്. ബോത്ത് യുവർ സ്ട്രെങ്ത് എൻഡുറൻസ് ആൻഡ് കാർഡിയോവാസ്കുലർ എൻഡുറൻസ് രണ്ടിനും പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ് സൈക്ലിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു മെത്തഡാണ് സൈക്ലിംഗ്. നമ്മുടെ കാർഡിയോവാസ്കുലർ എൻഡുറൻസ് കൂട്ടാം, അതേപോലെ മസ്കുലർ എൻഡുറൻസ് കൂട്ടാം, മസ്കുലർ സ്ട്രെങ്ത് കൂട്ടാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള എക്സസൈസ് ആണ്. ദെൻ എറോബിക് എക്സസൈസ് വിച്ച് ഡെവലപ്സ് എൻഡുറൻസ്. അതിനകത്ത് ഏത് തരത്തിലുള്ള എറോബിക്സ് എക്സസൈസ് ആവാം, നമുക്ക് റണ്ണിങ് ആവാം, വാക്കിംഗ് ആവാം, ജോഗിങ് ആവാം, ഇതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ജോഗിങ്, വാക്കിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ കാർഡിയോവാസ്കുലർ ഫിറ്റ്നസ്സിലാണ് അവിടെ അതിന്റെ എഫക്റ്റ് കൂടുതലായിട്ട് വരുന്നത്. വാക്കിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാക്കിംഗ് ഒരു മിനിമം സ്പീഡിൽ വാക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ഗുണവശം കിട്ടുള്ളൂ. വളരെ റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ നടക്കുന്നതുകൊണ്ട് നമുക്ക് ഫിസിയോളജിക്കലി അത്ര വലിയ ഇംപ്രൂവ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഒന്നും കിട്ടില്ല. നമ്മൾ ബ്രിസ്ക് ആയിട്ട് വാക്ക് ചെയ്യുക, വളരെ ഫാസ്റ്റ് ആയിട്ട് നല്ലൊരു സ്പീഡിൽ വാക്ക് ചെയ്ത് കിതക്കുന്ന തരത്തിലുള്ള വാക്കിംഗ്, ആ വാക്കിംഗ് കൊണ്ട് മാത്രമേ നമുക്ക് ഒരു ഇംപ്രൂവ്മെന്റ്, ഫിറ്റ്നസ് ഇംപ്രൂവ്മെന്റ് എന്നുള്ള ഒരു സംഗതി നമുക്ക് കിട്ടുള്ളൂ. എപ്പോഴും ഫങ്ഷണൽ കപ്പാസിറ്റി ഓഫ് ലങ്സ് ആൻഡ് ക്വാളിറ്റി ഓഫ് കാർഡിയോവാസ്കുലർ സിസ്റ്റം തുടങ്ങിയ കാര്യങ്ങളാണ് അത് എപ്പോഴും ഫോക്കസ് ചെയ്യുക. പിന്നെ അടുത്ത് വരുന്ന റോപ്പ് സ്കിപ്പിംഗ്, കണ്ടിന്യൂസ് ആയിട്ട് റിതമിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റിയാണ് റോപ്പ് സ്കിപ്പിംഗ്. അതും എറോബിക് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസാണ്. ആൻഡ് അതൊരു ജനറൽ ഫിറ്റ്നസ് ഓഫ് ദ ബോഡി, അതാണ് അതിന്റെ ടാർഗറ്റ് ഏരിയ എന്ന് പറയുന്നത്. ദെൻ സ്വിമ്മിംഗ് it is a total body activity, improves the functional capacity of heart and lungs, also improves the circulation. റണ്ണിങ്ങിൽ നിന്ന് വ്യത്യാസമായിട്ട് സ്വിമ്മിങ്ങിലുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ വെയിറ്റ് ബിയറിംഗ് ആയിട്ടുള്ള ഒരു എക്സസൈസ് അല്ല സ്വിമ്മിങ് എപ്പോഴും നമ്മൾ ഹൊറിസോണ്ടൽ പൊസിഷനിലാണ് ബോഡി കിടക്കുന്നത്, മാത്രമല്ല വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് ആ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ റണ്ണിങ്, ജമ്പിങ്, ഹിപ്പിംഗ്, മറ്റേ എന്താ പറയുക, ഹോപ്പിംഗ് തുടങ്ങിയ ഏത് തരത്തിലുള്ള ആക്ടിവിറ്റി ചെയ്യുമ്പോഴും നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മുടെ ബോഡി വെയിറ്റ് നമ്മളെ ജോയിന്റ്സ് ബിയർ ചെയ്യേണ്ടി വരും. അപ്പൊ ഈ കേസിൽ, സ്വിമ്മിങ്ങിന്റെ കേസിൽ മാത്രം നമുക്ക് എന്ത് കിട്ടുന്നില്ല, വെയിറ്റ് ബിയറിംഗ് ഒരു സാധനം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പെയിൻസ്, ഇഞ്ചുറീസ് കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആക്ടിവിറ്റിയാണ് സ്വിമ്മിംഗ് എന്ന് പറയുന്നത്. ദെൻ കംസ് വെയിറ്റ് ട്രെയിനിങ്. വെയിറ്റ് ട്രെയിനിങ് എന്ന് നിങ്ങൾക്കറിയാം, എക്സ്റ്റേണൽ വെയിറ്റ് ഉപയോഗിച്ചുകൊണ്ടും ഓൺ ബോഡി വെയിറ്റ് ഉപയോഗിച്ച് 10 പ്രാവശ്യം നിങ്ങൾ ജമ്പ് ചെയ്യുക, ഇറ്റ്സ് എ വെയിറ്റ് ട്രെയിനിങ്. യു ആർ യൂസിങ് യുവർ ബോഡി വെയിറ്റ് ആസ് ദ റെസിസ്റ്റൻസ്. അതേസമയം ജിമ്മിൽ പോയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ വെയിറ്റ്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇപ്പം നമ്മൾ ഡംബൽസ് ഉപയോഗിച്ച് ചെയ്യുന്നു, അപ്പം ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസും കൂടെ അതിനകത്ത് കിട്ടുന്നു. അത് മാത്രമേ ഒരു ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ വെയിറ്റ് ട്രെയിനിങ് ക്യാൻ ബി ബൈ യൂസിങ് ഓൺ ബോഡി വെയിറ്റ് ഓർ എക്സ്റ്റേണൽ ഡിവൈസസ് ഉപയോഗിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജിമ്മിലൊക്കെ പോയിട്ട് ചെയ്യുന്നത്. ഇറ്റ് മെയിൻലി ഇംപ്രൂവ്സ് മസ്കുലർ സ്ട്രെങ്ത് ആൻഡ് മസ്കുലർ എൻഡുറൻസ്. നമ്മുടെ മസിൽസിന്റെ സ്ട്രെങ്ത്, അതുപോലെ മാസ് കൂട്ടാനും ഒക്കെ ആയിട്ട് നമുക്ക് വെയിറ്റ് ട്രെയിനിങ് കൊണ്ട് സാധിക്കും. ദെൻ കംസ് പാർട്ടിസിപ്പേഷൻ ഇൻ സ്പോർട്സ് ആൻഡ് ഗെയിംസ്. നിങ്ങൾ വിവിധ തരത്തിലുള്ള കളികളിൽ ഏർപ്പെടുക. ഏത് തരത്തിലുള്ള ഇൻവോൾവിംഗ് ബിഗ് മസിൽസ് ആയിരിക്കണം എന്ന് മാത്രം. ഓട്ടവും ചാട്ടവും ഒക്കെ വരുന്ന, റണ്ണിങ്, ജമ്പിങ്, ത്രോയിങ്, ഹിറ്റിംഗ് അങ്ങനെയൊക്കെ വരുന്ന ആക്ടിവിറ്റീസ് വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഗെയിംസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇറ്റ് ഓൾസോ കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് യുവർ ഫിസിക്കൽ ഫിറ്റ്നസ്. Then the next topic is physical inactivity and hypokinetic diseases. നമ്മുടെ ഈ തലമുറ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അപകടമാണ് ഹൈപ്പോകൈനറ്റിക് ഡിസീസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 19ാം നൂറ്റാണ്ടിലേക്കുള്ള, അല്ലെങ്കിൽ 10, 50, 100 വർഷം മുമ്പ് നമ്മൾ നോക്കുവാണെങ്കിൽ ആളുകൾ ഏറ്റവും കൂടുതൽ ആളുകൾ മോർട്ടാലിറ്റി അല്ലെങ്കിൽ മരണം കാരണമായിട്ടുള്ള അസുഖം എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അങ്ങനെയുള്ള ഡിസീസാണ്. ഇപ്പോൾ പ്ലേഗ്, അല്ലെങ്കിൽ ട്യൂബർക്കുലോസിസ്, അങ്ങനെയൊക്കെ ക്ഷയം എന്നൊക്കെ പറയുന്നത്, അങ്ങനത്തെ അസുഖങ്ങളൊക്കെ കൊണ്ടാണ് ഒരുപാട് ആളുകൾ മരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ മരിക്കുന്നതും അല്ലെങ്കിൽ ആരോഗ്യം നഷ്ടപ്പെട്ട് ആശുപത്രിയിൽ കയറി ഇറങ്ങുന്നതും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ഹൈപ്പോകൈനറ്റിക് ഡിസീസസ് എന്ന് പറയുന്ന സംഭവങ്ങളാണ്. ഹൈപ്പോകൈനറ്റിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്.
ഹൈപ്പോ എന്ന് പറഞ്ഞാൽ ലെസ്, കുറവ് എന്നർത്ഥം. കൈനറ്റിക് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ്സ്. ഹൈപ്പോ കൈനറ്റിക്, കുറഞ്ഞ മൂവ്മെന്റ്സ് കൊണ്ടുവരുന്ന, അതായത് മൂവ്മെന്റ്സ് ഇല്ലാത്ത. ഇന്നത്തെ ജോലിയുടെയും പഠനത്തിന്റെയൊക്കെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് നമുക്ക് മൂവ്മെന്റ്സ് ഇല്ല. നമ്മൾ ടേബിൾ സിറ്റിംഗ് ടൈപ്പ് ജോബ്സ് ആണ് കൂടുതലും. അപ്പം അങ്ങനെ ഒരുപാട് യൂസ് ഓഫ് മോട്ടോർ വെഹിക്കിൾസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മുടെയൊക്കെ റൊട്ടീനിൽ ഉണ്ടായിരുന്ന ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്നു. നമുക്ക് എന്താ പറയുക, നഷ്ടപ്പെട്ടു പോയ മൂവ്മെന്റ്സ്. ഹ്യൂമൻ ബോഡി ഈസ് മെയ്ഡ് ഫോർ മൂവ്മെന്റ്സ്. അപ്പം അത് മൂവ് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പലതരത്തിലുള്ള, ഇപ്പോൾ ഒരു വെഹിക്കിള് നമ്മൾ ഷെഡിൽ കുറെ കാലം നിർത്തിയിട്ട് കഴിഞ്ഞാൽ അതിന് സംഭവിക്കില്ല, പലതും സംഭവിക്കും അല്ലേ, പിന്നെ അത് ഓടതാവും എന്ന് പറഞ്ഞ പോലെ തന്നെ ഹ്യൂമൻ ബോഡിയും അതേപോലെയാണ്. മൂവ്മെന്റ്സ് ഇല്ലാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങളും കാര്യങ്ങളും വരും. അത്തരം അസുഖങ്ങൾക്കുള്ള കോമൺ ആയിട്ട് പറയുന്നതാണ് നമ്മൾ ഹൈപ്പോകൈനറ്റിക് ഡിസീസസ് എന്നത്. അതിൽ പ്രധാനപ്പെട്ട കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരും. അപ്പോൾ അതിനകത്ത് സെഡൻഡറി ബിഹേവിയർ, അത് വളരെ ശ്രദ്ധിക്കേണ്ട വേർഡാണ്. സെഡൻഡറി ബിഹേവിയർ എന്നുള്ള മടി പിടിച്ച് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിച്ച്, അതിനാണ് നമ്മൾ സെഡൻഡറി ബിഹേവിയർ എന്ന് പറയുക. അതുകൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഹൈപ്പോകൈനറ്റിക് കണ്ടീഷൻസ് കുഡ് ഇൻക്ലൂഡ് കാർഡിയോവാസ്കുലർ ഡിസീസസ്, ഓഫ് കോഴ്സ് ഹാർട്ട് ഡിസീസസ് എന്ന് പറയുന്ന പ്രധാനമായിട്ട് ആ കാറ്റഗറി മുഴുവൻ അതിനകത്ത് വരുന്നതാണ്. ദെൻ കംസ് ഹൈപ്പർ ടെൻഷൻ, ഹൈ BP, അങ്ങനെയുള്ള രീതിയിലുള്ള ബ്ലഡ് പ്രഷർ എപ്പോഴും ഹൈ ആയിട്ടിരിക്കുക, അങ്ങനെയുള്ള ബാക്ക് പ്രോബ്ലംസ്, എസ്പെഷ്യലി ലോ ബാക്ക് പെയിൻ. നമ്മുടെ ബാക്ക് പെയിൻ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളെ നമുക്ക് നമ്മുടെ ചുറ്റും നോക്കിയാൽ കാണാം. അപ്പോൾ അത് ഈ ഹൈപ്പോകൈനറ്റിക് ഡിസീസിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. മൂവ്മെന്റ്സ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വരുന്ന രോഗമാണ്. ഒബിസിറ്റി, ഓവർ വെയിറ്റ് എന്ന് പറയുന്ന, നമുക്ക് BMI എടുത്താൽ 30ക്ക് മുകളിലേക്ക് പോകുന്ന ആളുകളെ നമ്മൾ ഒബീസ് എന്ന് പറയും. ആ ഒരു ഒബീസ് കണ്ടീഷൻ എന്ന് പറയുന്നത് തന്നെ പലതരത്തിലുള്ള മറ്റ് അസുഖങ്ങൾക്ക് കാരണമാകും. ഡയബറ്റിക്സ് ആവാം, നിങ്ങൾക്ക് നീ പെയിൻ, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയിട്ടുള്ള കണ്ടമാനം പ്രശ്നങ്ങളിലേക്ക്, കൊളസ്ട്രോൾ ലെവൽ കൂടിയിരിക്കുക, അതിന്റെ ഭാഗമായിട്ട് ഹാർട്ടിന് പ്രശ്നം വരാം. അപ്പം ഒബിസിറ്റി എന്ന് പറയുന്നത് വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അസുഖങ്ങൾ വേറെ വരുന്നുണ്ട്. അതുപോലെ ഡയബറ്റിക്സ്, എസ്പെഷ്യലി ടൈപ്പ് 2 ഡയബറ്റിക്സ് ഒക്കെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട്, സെഡൻഡറി ബിഹേവിയറിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത് നമ്മുടെ ബോണി ഫ്രെയിംവർക്ക്, സ്കെലിറ്റൽ ഫ്രെയിംവർക്കിന്റെ പല ഭാഗങ്ങളിൽ നമുക്കൊരു ബോൺ ഡെൻസിറ്റി തുടങ്ങിയ തേയ്മാനങ്ങൾ വരിക, ബോണുകൾ ഉറപ്പില്ലാണ്ടായി പോവുക. അപ്പോൾ ആക്ടിവിറ്റീസ് ഒന്നുമില്ലാത്ത ആളുകൾ ബാത്റൂമിൽ ഒന്ന് വീണാൽ മൾട്ടിപ്പിൾ ഫ്രാക്ചർ ആയിട്ട് വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഹൈപ്പോകൈനറ്റിക് ഡിസീസസിന്റെ ഭാഗമായിട്ട് നമുക്കുണ്ട്. അപ്പം അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് വൺ ഈസ് കാർഡിയോവാസ്കുലർ ഡിസീസസ്. നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് one of the world's greatest killer and first symptom of coronary heart disease are an increased heart rate caused by physical exercise. നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാൻ തുടങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് ഹാർട്ട് ബീറ്റ് കൂടുക എന്നുള്ള അതാണ് ഒരു സിംറ്റം. എപ്പോഴും ഹാർട്ട് ഡിസീസിന്റെ ഒരു സിംറ്റം ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. ഹെവി ക്രാമ്പ് ലൈക്ക് പെയിൻസ് ആർ എക്സ്പീരിയൻസ്ഡ് ക്രോസ് ചെസ്റ്റ്. ഈ എന്താണ് മസിൽ പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പെയിൻ ഇല്ലേ, നമ്മുടെ കാലിന്റെ ഒക്കെ കാഫ് മസിലിനൊക്കെ, അതേപോലെ ഒരു പെയിൻ ചെസ്റ്റിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഫീൽ ചെയ്യും. അതാണ് ഫസ്റ്റ് സിംറ്റം എന്ന് പറയുന്നത്. ദെൻ കൊറോണറി ത്രോംബോസിസ് ഓർ ഹാർട്ട് അറ്റാക്ക്. നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന ഈ ഒരു രോഗം, അപ്പം അതും ഇതിന്റെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പം ഇത്രയുമാണ് നമുക്ക് ഇതിനകത്ത് ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് ഈ ഭാഗങ്ങളിലേക്ക് ഹാർട്ടിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. ഐ ലോസ്റ്റ് മൈ സ്ക്രീൻ, 1 second. Okay. So we'll have a few seconds are left. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന സാധനം നമ്മൾ എന്താണെന്ന് പഠിച്ചു. സിവിയർ ബ്ലോക്കേജ് വരാം, അതിനകത്ത് ആർട്ടറീസിൽ ബ്ലോക്ക് വരാം, വാൽവിന്റെ ഭാഗത്തൊക്കെ ബ്ലോക്ക് വരാം, അങ്ങനെ വന്നിട്ട് ഉണ്ടാകുന്ന ഒരു സംഭവം. ഹാർട്ട് അറ്റാക്ക് മേ ബി സിവിയർ ഓർ മൈൽഡ് ഡിപ്പെൻഡിങ് ഓൺ ദ പൊസിഷനിങ് ഓഫ് ബ്ലോക്കേജ്. ഈ ബ്ലോക്കേജ് ചെയ്തിട്ട് നമുക്കറിയാം, ഇപ്പം ലേറ്റസ്റ്റ് ചെയ്തിട്ട് ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോഗ്രാം എന്നൊക്കെ സാധനമൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് ആണ്. ദെൻ കം സിവിയർ ബ്ലോക്കേജ് ആൻഡ് ഹാർട്ട് നെസ്റ്റ് ഓഫ് ബീറ്റിംഗ്. ദിസ് ഇസ് കോൾഡ് കാർഡിയാക് അറസ്റ്റ്. അബൌട്ട് ഹാഫ് ഓഫ് ദ കാർഡിയാക് അറ്റാക്സ് കേസസ് ഡൈ, അത് മരിക്കാറാണ് പതിവ്. അപ്പം നമുക്ക് ബാഡ്മിൻ്റൺ കളിക്കുന്നു അല്ലെങ്കിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന ചെറിയ പ്രായത്തിലുള്ള ആളുകളുടെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നതൊക്കെ ആയിട്ട്, അപ്പോൾ ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പെട്ടെന്ന് ഇറങ്ങി കളിക്കുമ്പോഴൊക്കെ നമുക്കിത് സംഭവിക്കാം. ഇതൊക്കെ സെഡൻഡറി ഹാബിറ്റ് കൊണ്ടുവരുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ